ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ആലൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മമ്മ സിറ്റൗട്ടിൽ പൂച്ചക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ പൂച്ച കുഞ്ഞുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. എന്നും രാവിലെ കുഞ്ഞ് ഉറക്കം എഴുന്നേറ്റ് വന്നാൽ കുറച്ച് സമയം അതിനെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കും. രാവിലെയും വൈകിട്ടും ഇതൊരു പതിവായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവരുടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ രാവിലെ തന്നെ അമ്മ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് ആയൂർ വരെ പോകണമായിരുന്നേ. അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കസേരയിലിരുന്ന ആളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു. ആൾ നോക്കി ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയേ. പിന്നെ സുന്ദരി പൂച്ചയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റതേ ഉള്ളായിരുന്നു. വെളിയിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആൾക്ക് എന്തോ ചെറിയൊരു ക്ഷീണം പോലെ. പിന്നെ ഉപ്പുമാവെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ആയൂർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങി. ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും അമ്മയും അമ്മയുടെ ചേച്ചിയും കൂടാണ് പോകുന്നത്. വല്യമ്മച്ചിക്ക് ബാങ്കിൽ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറണമായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം കയറിയിട്ട് പിന്നെ അമ്മാവ പറഞ്ഞായിരുന്നു അമ്മമ്മയ്ക്ക് നൈറ്റി മേടിച്ചിട്ട് വരണേന്ന്. സാധാരണ ആൾ ബ്ലൗസും കൈലിയാണ് ഇടുന്നത്. പക്ഷേ ഇപ്പം പ്രായമായി വന്നതുകൊണ്ട് തന്നെ അതിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നൈറ്റി ആകുമ്പോൾ സിമ്പിളായിട്ട് ഇടാമല്ലോ. അങ്ങനെ തന്നെ 3-4 നൈറ്റിയൊക്കെ മേടിച്ചിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഒക്കെ മേടിച്ചിട്ട് വന്നപ്പോഴത്തേനും ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ഊണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെ ഉള്ളതുകൊണ്ട് 2 ഊണ് മതിയായിരുന്നു. അമ്മാമ്മ പിന്നെ കുറച്ച് കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. പിന്നെ അവിയലും ചെമ്മീൻ ചമ്മന്തി പൊടിച്ചതും പിന്നെ വൻപയർ തോരനും മോര് സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ അത്യാവശ്യം കറികളൊക്കെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് 3 പേരും കൂടെ അത് കഴിച്ചു. പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. വൈകിട്ടായപ്പോഴത്തേനും എഴുന്നേറ്റുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് തുണിയൊക്കെ തയ്ക്കാൻ പോകണമായിരുന്നു. മേടിച്ചുകൊണ്ട് വന്ന നൈറ്റിയൊക്കെ. പിന്നെ ചായ ഇട്ട് കുടിച്ചിട്ട് മസ്താനും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ തുണി തയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അമ്മമ്മയ്ക്ക് അത്യാവശ്യം നീളമില്ലാത്തതുകൊണ്ട് നൈറ്റി ഒരുപാട് അടിച്ച് കുറയ്ക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുണിയെല്ലാം തയ്ച്ചിട്ട് നേരെ റേഷൻ കടയിലേക്ക് പോയി. തയ്ച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും നേരെ ഒരുപാട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റേഷൻ കട കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അങ്ങനെ പിന്നെ സാധനം എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ, കുറച്ചങ്ങ് പോകണം. പിന്നെ ഞങ്ങൾ പോയി സാധനമെല്ലാം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അമ്മാമ്മയ്ക്ക് തയ്ച്ചുകൊണ്ട് വന്ന നൈറ്റിയിൽ ഇട്ട് കൊടുത്ത്. ആൾ ആദ്യമായിട്ടാണ് ഈ നൈറ്റി ഇടുന്നത്. അങ്ങനെ പുതിയ നൈറ്റി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആൾ. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ.